ഇത് ആര് വന്നിരിക്കുന്നത്? ഹായ് രോഹൻ. ഹായ് ആന്റി. മക്കളെ രോഹ പാടെ നടയട്ടെ. ഇവനെ എവിടെ നീട്ടി? ഇവന്റെ പപ്പ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. തന്നിട്ട് പോകാൻ ഇവന്റെ പപ്പയ്ക്ക് ഇവനെ വേണ്ടേ? പൊന്നു പാറുവേ, യവന്റെ പപ്പ എവനെയും കൊണ്ട് അവിടെ വന്നു. അപ്പൊ ഗേറ്റിന് അവിടെ ഞാൻ നിപ്പുണ്ടായിരുന്നു. അപ്പൊ അവന്റെ പപ്പ എന്നെ എവനെ ഏൽപ്പിച്ചിട്ട് പോയി. അത്ര തന്നെ. എന്നാ പാറു, രോഹൻ വന്നിട്ട് ഉനക്ക് സന്തോഷമേ ഇല്ലയാ? രോഹൻ വരുമ്പോ ഞാൻ എന്തോ തുള്ളി ചാടണോ? സോറി, പാർവതി എന്താ എന്റെ ഫോണിൽ സംസാരിക്കാത്തത്? എന്തിനാ സംസാരിക്കുന്നത്? നമ്മൾ സ്കൂളിൽ സംസാരിക്കാറില്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്രയും സംസാരിക്കാൻ എന്തുവാ? പാർവതി എന്താ സ്കൂളിൽ വെച്ച് സംസാരിക്കാത്തത്? അതെനിക്ക് തിരക്കായുണ്ടാ. തിരക്കാ? ബാക്കിയുള്ള ഫ്രണ്ടിനോട് സംസാരിക്കണമെന്നില്ല. അത് നിന്നോട് മാത്രം സംസാരിച്ചാൽ മതിയോ? ഇതെന്തരുത്? രണ്ടും കൂടെ അടിയുണ്ടാക്കിയ മുട്ട ഉണ്ടല്ലേ? ഞാൻ അടിയൊന്നും ഉണ്ടാക്കല്ലേ യേശോട്ടാ. അതെനിക്കറിയാം. ரோஹன், இந்த நாரங்க வெள்ளத்தை குடி. മോൻ കുടിച്ചാട്ടെ. കുടിക്ക്. മോന്റെ അച്ഛൻ എപ്പോ വരും? പപ്പ വൈകുന്നേരം വരും. ആഹാ, അപ്പൊ കൊറേ സമയം രോഹനോടെ കാണുമല്ലോ. കൊറേ സമയത്തിന് അവനോട് ഇരിക്കുന്നേ. എന്നാ പാറു ഇത്? രോഹൻ ഇങ്ങ ഇരുന്നാ സന്തോഷം തന്നെ. വെറുതെ പഠിക്കാനുള്ള സമയം പോവും. ഞാനിത് എന്തോ കേൾക്കുന്ന? അയ്യോ തലറങ്ങണേ. അയ്യോ അയ്യോ. മോന്റെ അച്ഛൻ എന്താ ഇങ്ങോട്ട് വരാഞ്ഞേ? പപ്പ തിരക്ക. രോഹൻ, കാലയില് നീ ഏതാ സാപ്പിട്ടിയാ? ചോദിച്ചെന്തെന്ന് വെച്ചാല് നീ രാവിലെ വല്ലതും കഴിച്ചോ? കഴിക്കാൻ വല്ലതും വേണോ? ഞാൻ കഴിച്ച്. ഒരു സാധനം വെച്ചെടുത്ത് കാണൂലല്ലോ. അവളെന്താ കയറി വാതിൽ വെച്ച്? അവള് മിസൈല് തപ്പാൻ പോയത്. കുഞ്ഞു പപ്പി, നിനക്ക് പറ്റിയ കമ്പനി ഞാൻ തന്നെ. വാ. ഒരു മിനിറ്റ് ചേട്ടാ. കുഞ്ഞിപ്പപ്പി വാ. ഈ കൊച്ചെന്താ ഇങ്ങനെ? ഏതോ ചിന്ന സണ്ട പോട്ടിരുപ്പ, അവളോതാ. ആ, ലച്ചുവും കൊച്ചിലെ ഇങ്ങനെ ആയിരുന്നു. പിണങ്ങിക്കഴിഞ്ഞാലേ പിന്നെ മിണ്ടാൻ വലിയ പാടാ. രോഹൻ വന്ന് നല്ല ചെല്ലமான കുഴന്തല്ലേ? എന്തരാണ് പരിപാടി? നീ കുറച്ച് നോർമലാവിടാ. ഇങ്ങനെ നീ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കല്ലേ നീ? എന്തരാണ് പരിപാടി? ഇനി 2 മാസം വെക്കേഷനൊക്കെയാണ്. എവിടെയെങ്കിലും പോകാൻ വല്ലതും പ്ലാൻ ചെയ്താ? പാറു എന്നെ പടവലത്തോട്ട് കൊണ്ടുവന്ന് പറഞ്ഞതാ. പടവലത്തോട്ടാ? ആ, പറഞ്ഞല്ലാണ്ട് പടവലത്തോട്ട് കയറി പറഞ്ഞ എന്തിനാ? അവിടെ എന്തിരിക്കുന്നു? പടവലത്തോട്ടല്ലേടാ? നമുക്ക് പോവാ. പടവലത്തോട്ട് നമുക്ക് പോവാം കേട്ടാ. ഇനി എന്നെ കൊണ്ടുവന്ന് തോന്നില്ല യേശോട്ടാ. കൊണ്ടുപോകാൻ തോന്നണില്ലെന്നാ? ആര് കൊണ്ടുവന്നു? പാറു. പാറുവിനെ കൊണ്ടുവന്നത് നമ്മളല്ലേ? നമ്മൾ തന്നെ കൊണ്ടുവരിക്കും. പോരെ? കുഞ്ഞിപ്പപ്പി, മക്കളെ. എന്താ യേശോട്ടാ? മക്കളുടെ വിഷമം എന്തിരുന്ന് ചേട്ടൻ ഏറെക്കുറെ മനസ്സിലാവണുണ്ട്. കാരണം ഇതേ സംഘർഷാവസ്ഥയിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. 1 2 മക്കളെ, നീ പറ, കുഞ്ഞിപ്പപ്പി ചിക്കുവാവയുമായിട്ടുള്ള പ്രശ്നം എന്താ? വിഷമിച്ചിരിക്കണ ഓഫായ. ഡേയ് മക്കളെ, നീ സങ്കടപ്പെടാൻ വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഡേ, ഈ പ്രശ്നമൊന്നും നീ പറഞ്ഞില്ലേലും കുഴപ്പമില്ലടാ. എന്നാലും ഒന്ന് പറ. ഡേ മക്കളെ, ചേച്ചി വിഷമിക്കില്ലേ? കേശുവേട്ടാ, എന്റെ പ്രശ്നം എന്താ വെച്ചാലേ, പറ. ഞാനേ ആരുടെ അടുത്തും മിണ്ടിക്കൂടാ. പക്ഷെ അവൾക്കുണ്ടല്ല, പാറുവിന്, അവർക്ക് എല്ലായിടത്തും മിണ്ടാ. ഞാനേ പാറുവിനെ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിലേ അവൾക്ക് ദേഷ്യാവും. കേശുവേട്ടാ, കേശുവേട്ടന്റെ കാര്യം അറിയോ? അവള് 2 ദിവസമായി എന്നോട് മിണ്ടിയിട്ട്.
അത് ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഇനി ഇങ്ങനെയാണെന്നാ അവള് പറയുന്നേ. എനിക്ക് പറ്റണില്ല യേശുവേട്ടാ. ഡേയ് ഇത്രയൊക്കെ വേണോ? നമുക്ക് മിണ്ടിക്കേടാ, നീ സമാധാനപ്പെടും കേട്ടാ. നമുക്ക് സംസാരിപ്പിക്കാം. അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടാ. ഓക്കെ അല്ലേ? എന്താട്ടാ? ഊട്ടി വന്നിട്ട് വിളിയാക്കാൻ നിൽക്കുന്നു. പാറു, നിന്റെ ക്ലോസ് ഫ്രണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ നീ അകത്ത് എന്ത് ചെയ്യാണ്? ചേട്ടാ ഓ എന്തടി? എന്തേ എന്റെ ക്ലോസ് ഫ്രണ്ട്സ്? ഓഹോ, കുരിപ്പേ അണ്ണോട് നോക്ക്. അല്ല, ആരൊക്കെയാണ് നിന്റെ ക്ലോസ് ഫ്രണ്ട്സ്? ചേട്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഖദീജയും വിക്കിയുവാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.